നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങൾക്കും കാരണം നമ്മുടെ ബോധ മനസ്സിനേക്കാൾ കൂടുതൽ ഉപബോധ മനസ്സിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര തീവ്രമായിരിക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ്. നിങ്ങളുടെ മനസ്സെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, അതിൻ്റെ വിധത്തെ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിനുള്ള യഥാർത്ഥ പോംവഴി. സ്വന്തം മനസ്സെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മുടെ എല്ലാ മനസ്സിന് രണ്ട് തലങ്ങളാണുള്ളത്. യുക്തിസഹജമായി ചിന്തിക്കുന്ന ബോധമനസ്സും യുക്തിചിന്തയ്ക്ക് വഴങ്ങാതെ പ്രവർത്തിക്കുന്ന ഉപബോധ മനസ്സും. ബോധ മനസ്സനുസരിച്ചാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ ബോധ മനസ്സിലൂടെ പതിവായി കടന്നു പോകുന്ന ചിന്തകളുടെ സ്വഭാവമനുസരിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. മനുഷ്യവികാരങ്ങളുടെയും സർഗാത്മകതയുടെയും സ്ഥാനം ഉപബോധ മനസ്സാണ്. നിങ്ങൾ നല്ലത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് നല്ലത് സംഭവിക്കും. അതേസമയം അശുഭമായ ചിന്തകൾ ദോഷമായേ ഭവിക്കൂ. ഇങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യമെന്തെന്നാൽ, നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു ആശയം ഉറച്ചാൽ അത് നടപ്പിലാക്കാനുള്ള ശ്രമം ഉപബോധ മനസ്സ് തുടങ്ങിവെക്കും. ആ ആശയം നല്ലതോ ചീത്തയോ ആകട്ടെ, ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനം ഒരുപോലെയാണെന്നുള്ളതാണ് കൗതുകകരമായ കാര്യം. ഈ തത്വം പ്രതികൂലമായി പ്രവർത്തിക്കുമ്പോഴാണ് പരാജയവും അമർഷവും അസന്തുഷ്ടിയും മനസ്സിൽ നിറയുന്നത്. അതേസമയം നിങ്ങളുടെ ചിന്തകൾ നന്മ നിറഞ്ഞതും ക്രിയാത്മകവുമാണെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യവും ജീവിത വിജയവും അഭിവൃദ്ധിയും കൈവരും. ശരിയായ രീതിയിൽ ചിന്തിക്കാനും കാര്യങ്ങൾ അനുഭവിച്ചറിയാനും തുടങ്ങിക്കഴിഞ്ഞാൽ ആരോഗ്യപൂർണമായ ശരീരവും അതിൽ ശാന്തമായ മനസ്സും വളരും. നിങ്ങൾ ബോധ മനസ്സിൽ ഒരു കാര്യം ശരിയെന്നുറപ്പിച്ച് വിശ്വസിച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അതിനെ അംഗീകരിച്ച് നിങ്ങൾക്ക് അനുഭവവേദ്യമാക്കും. ഉപബോധ മനസ്സിനെ ആ ആശയം വിശ്വസിപ്പിക്കുക എന്നത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആരോഗ്യവും സമാധാനവും നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങൾക്ക് നൽകും. നിർദ്ദേശം നൽകേണ്ട താമസമേ ഉള്ളൂ. നിങ്ങളുടെ ഉപബോധ മനസ്സ് അതനുസരിച്ച് പ്രതികരിക്കും. ബോധ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആശയങ്ങളുടെയും ആലോചനകളുടെയും സ്വഭാവം അനുസരിച്ചാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് പ്രതികരിക്കുന്നത്. അതാണ് മനസ്സിൻ്റെ നിയമം. ഒരാളുടെ ചിന്തകൾ ഉപബോധ മനസ്സിൽ പതിയുമ്പോൾ അയാളുടെ തലച്ചോറിലെ കോശങ്ങളിൽ അതിൻ്റെ പ്രതിഫലനമുണ്ടാകുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞരും മനോരോഗ വിദഗ്ധരും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ ഉറയ്ക്കുമ്പോൾ ഉപബോധ മനസ്സത് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങളും തുടങ്ങുന്നു. ഒരു വ്യക്തി ജീവിതകാലം കൊണ്ട് നേടിയ അറിവുകളെയെല്ലാം ചേർത്ത് വെച്ച് ഉപബോധ മനസ്സ് അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം നടപ്പിലാക്കുന്നു. ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള അതിരുകളില്ലാത്ത ശക്തിയും ഊർജവും വിവേകവും ഉപയോഗിച്ചാണ് ഉപബോധ മനസ്സ് പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി പ്രകൃതിയുടെ എല്ലാ നിയമങ്ങളെയും അത് വരുതിയിലാക്കുന്നു. ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അത് ഉടനടി പരിഹാരം കണ്ടേക്കാം. എന്നാൽ പലപ്പോഴും ദിവസങ്ങളോ ആഴ്ചകളോ വർഷങ്ങളോ പോലും എടുത്താകും ഉപബോധ മനസ്സ് നിങ്ങൾക്കൊരു ഉത്തരം നൽകുക. മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും അപ്പുറത്താണ് ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ. ബോധ മനസ്സും ഉപബോധ മനസ്സും രണ്ട് വ്യത്യസ്ത മനസ്സുകളല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനുഷ്യ മനസ്സിൽ സംഭവിക്കുന്ന പ്രവർത്തനങ്ങളുടെ രണ്ട് വ്യത്യസ്ത തലങ്ങളെയാണ് ഇവ സൂചിപ്പിക്കുന്നത്. ബോധ മനസ്സാണ് യുക്തിപരമായി ചിന്തിക്കുന്നത്. അതുപയോഗിച്ചാണ് നിങ്ങൾ തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന പുസ്തകം, വീട്, ജീവിത പങ്കാളി എന്നിവയെല്ലാം ബോധ മനസ്സിൻ്റെ തീരുമാനങ്ങളാണ്. അതേസമയം നിങ്ങളുടെ ബോധപരമായ ഇടപെടലുകളിൽ ഇല്ലാതെ തന്നെ നിങ്ങളുടെ ഹൃദയം തനിയെ പ്രവർത്തിക്കുന്നതും നിങ്ങളുടെ ശരീരത്തിൽ ദഹനം, രക്തചംക്രമണം, ശ്വസനം എന്നീ പ്രക്രിയകൾ നടക്കുന്നതും ഉപബോധ മനസ്സിൻ്റെ സഹായത്താലാണ്. നിങ്ങൾ ബോധ മനസ്സിൽ വിശ്വസിപ്പിച്ചുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഉപബോധ മനസ്സ് ഒപ്പിയെടുക്കുന്നത്. ബോധ മനസ്സിലേതുപോലെ തന്നെ യുക്തിചിന്തയോ വിമർശന ചിന്തയോ അവിടെ സംഭവിക്കുന്നില്ല. നല്ലതോ കെട്ടതോ എന്ന ഭേദമില്ലാതെ എല്ലാ വിത്തുകളെയും ഒരുപോലെ സ്വീകരിക്കുന്ന മണ്ണ് പോലെയാണ് നിങ്ങളുടെ ഉപബോധ മനസ്സ്. ബോധ മനസ്സിൽ നിങ്ങൾ വളർത്തിയെടുക്കുന്ന ചിന്തകളാണ് അതിൽ വിത്തുകളായി മാറുന്നത്. നിരാശാഭരിതമായ വിനാശകരമായ ചിന്തകൾ ഉപബോധ മനസ്സിൻ്റെ ഇടപെടലിലൂടെ നിങ്ങൾക്ക് ദോഷകരമായ അനുഭവങ്ങൾക്ക് രൂപം നൽകും. ഓർക്കുക, നിങ്ങളുടെ ആലോചനകൾ ഉപകാരമുള്ളതോ ഉപദ്രവകാരിയോ എന്നോ ശരിയാണോ തെറ്റാണോ എന്ന് വിവേചിച്ചറിയാൻ ഉപബോധ മനസ്സ് ശ്രമിക്കില്ല. നിങ്ങളുടെ ആലോചനകൾക്കനുസരിച്ച് പ്രതികരിക്കുകയാണ് അതിൻ്റെ സ്വഭാവം. ഉദാഹരണത്തിന്, വസ്തുതാപരമായി തെറ്റായ ഒരു കാര്യം ശരിയാണെന്ന് നിങ്ങൾ ബോധപൂർവം ഉറപ്പിച്ചാൽ ഉപബോധ മനസ്സും ആ കാര്യം സത്യമാണെന്ന് ഉറപ്പിച്ച് അതിൻ്റെ അനന്തരഫലങ്ങൾ ഒരുക്കുകയാണ് ചെയ്യുന്നത്. ഹിപ്നോട്ടിക് അവസ്ഥയിലുള്ളവരിൽ മനഃശാസ്ത്രജ്ഞരും മറ്റും വിദഗ്ധരും നടത്തിയ എണ്ണമറ്റ പഠനങ്ങൾ തെളിയിക്കുന്നത്
യുക്തിചിന്തയ്ക്ക് ആവശ്യമായ തിരഞ്ഞെടുപ്പുകളും താരതമ്യങ്ങളും നടത്താൻ ഉപബോധ മനസ്സിന് കഴിവില്ലെന്നുള്ളതാണ്. ബോധമനസ്സ് നൽകുന്ന നിർദ്ദേശങ്ങൾ അതെത്ര തന്നെ യുക്തിരഹിതമായ കാര്യങ്ങളാണെങ്കിലും ഉപബോധ മനസ്സ് അതേപടി സ്വീകരിക്കുമെന്നാണ് അത്തരം പരീക്ഷണങ്ങൾ തെളിയിക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ ലഭിച്ചു കഴിഞ്ഞാലുടൻ അതനുസരിച്ചുള്ള പ്രതികരണങ്ങൾ ഉപബോധ മനസ്സിൽ ഉടലെടുത്തു തുടങ്ങും. നിർദ്ദേശങ്ങൾ അന്ധമായി പിന്തുടരാനുള്ള ഉപബോധ മനസ്സിൻ്റെ പ്രവണത മനസ്സിലാക്കാനായി ഒരു ഉദാഹരണം പറയാം. ഹിപ്നോട്ടിസത്തിന് വിധേയരായിരിക്കുന്ന ഒരാളോട് അയാൾ നെപ്പോളിയൻ ബോണപ്പാർട്ടോ അല്ലെങ്കിൽ ഒരു പൂച്ചയോ പട്ടിയോ ആണെന്ന് പറയുക. ഈ പ്രക്രിയയ്ക്ക് മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി എന്തു പറഞ്ഞു? ഈ നിർദ്ദേശത്തിന് അനുരൂപമായ വ്യക്തിത്വമായിരിക്കും ഹിപ്നോട്ടിസത്തിന് വിധേയനായ ആൾ പ്രകടിപ്പിക്കുക. കുറച്ചു നേരത്തേക്ക് അയാളുടെ വ്യക്തിത്വം തന്നെ മാറിപ്പോകുന്നു. മറ്റൊരു ഉദാഹരണം എടുത്താൽ, ഹിപ്നോട്ടിസത്തിൽ വിദഗ്ധനായ ഒരാൾ ആ അവസ്ഥയിലിരിക്കുന്ന തൻ്റെ വിദ്യാർത്ഥികൾ ഓരോരുത്തർക്കും വ്യത്യസ്ത നിർദ്ദേശങ്ങൾ നൽകുന്നുവെന്ന് വയ്ക്കുക. ഒരു വിദ്യാർത്ഥിയോട് അവൻ്റെ പുറം ചൊറിയുന്നതായും മറ്റൊരു വിദ്യാർത്ഥിയോട് അവൻ്റെ മൂക്കിൽ നിന്ന് രക്തം വരുന്നതായും വേറൊരാളോട് അവൻ ഒരു മാർബിൾ പ്രതിമയാണെന്നും ഇനി മറ്റൊരാളോട് മുറിയിലെ താപനില 0 ഡിഗ്രിയിൽ താഴെ ആയതുകൊണ്ട് അവന് തണുത്തു വിറയ്ക്കുന്നുണ്ടെന്നും അയാൾ പറയുകയാണ്. അവരുടെ ചുറ്റിലുമുള്ള യാഥാർത്ഥ്യം എല്ലാം എന്തു തന്നെ ആയാലും ഓരോ വിദ്യാർത്ഥിയും തനിക്ക് കിട്ടുന്ന സൂചനകൾ സത്യമാണെന്ന് വിശ്വസിച്ച് അതനുസരിച്ച് അതിന് പ്രതികരിക്കാൻ തുടങ്ങും. ബോധമനസ്സും ഉപബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ ഉദാഹരണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുമല്ലോ. ബോധമനസ്സ് നൽകുന്ന സൂചനകൾ അതിൻ്റെ ശരി തെറ്റുകളോ യുക്തിഭദ്രതയോ പരിശോധിക്കാതെ അതേപടി വിശ്വസിക്കുകയാണ് പക്ഷപാതിത്വമില്ലാത്ത ഉപബോധ മനസ്സിൻ്റെ സ്വഭാവം. അതുകൊണ്ട് തന്നെ മനസ്സിന് കുളിർമയേകുന്ന, സാന്ത്വനപ്പെടുത്തുന്ന, സുഖപ്പെടുത്തുന്ന ചിന്തകളും ആശയങ്ങളും ബോധ മനസ്സിൽ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ ഉപബോധ മനസ്സിനെ നമുക്ക് രൂപീകരിക്കാം. ഉപബോധ മനസ്സ് എന്താണ് രൂപപ്പെടുത്തുന്നത്? അതാണ് നമ്മുടെ ഫ്യൂച്ചറായി അല്ലെങ്കിൽ നമ്മുടെ ഭാവിയായി നമ്മുടെ സ്വപ്നങ്ങൾ നിറവേറ്റുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ഇടപെടുന്നത് ബോധ മനസ്സായതുകൊണ്ട് തന്നെ അതിനെ വസ്തുനിഷ്ഠമായ മനസ്സെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഒരാളുടെ ബോധ മനസ്സ് പുറം ലോകത്തെ നോക്കിക്കാണുന്നതും അതുമായി ഇടപെടുന്നതും അയാളുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. നമ്മുടെ പരിസരങ്ങളുമായുള്ള ആശയവിനിമയത്തെ നിയന്ത്രിക്കുന്നതും വസ്തുനിഷ്ഠമായ ബോധ മനസ്സാണ്. മനുഷ്യൻ എല്ലാ അറിവുകളും നേടുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചാണ്. നിരീക്ഷണങ്ങളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും വിദ്യാഭ്യാസത്തിലൂടെയും ബോധ മനസ്സ് അറിവ് ആർജിച്ചെടുക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബോധ മനസ്സിൻ്റെ പ്രവർത്തനം യുക്തിക്ക് അനുസരിച്ചാണ്. ഉപബോധ മനസ്സ് പലപ്പോഴും ആത്മനിഷ്ഠമായ മനസ്സാണെന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. നിങ്ങളുടെ ഉപബോധ മനസ്സ് ചുറ്റുമുള്ള സാഹചര്യത്തെ മനസ്സിലാക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ചല്ല, മറിച്ച് അതിന് സ്വന്തമായ ഒരു അവബോധം വെച്ചാണ്. നിങ്ങളുടെ വികാരങ്ങളും ഓർമ്മകളും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉപബോധ മനസ്സിലാണ്. ബോധ മനസ്സ് ആശ്രയിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ സജീവമല്ലാത്ത അവസ്ഥയിലാണ് ഉപബോധ മനസ്സ് ഏറ്റവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വസ്തുനിഷ്ഠമായ മനസ്സ് നിർജീവമായ അല്ലെങ്കിൽ സജീവമല്ലാതിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ വ്യക്തിത്വം വെളിപ്പെടുത്തുന്നത് ഉപബോധ മനസ്സാണ്. നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത കാര്യങ്ങളാണ് ഉപബോധ മനസ്സ് കാണുന്നത്. അതിന് കണ്ണുകൾക്ക് അതീതമായി കാണാനും കാതുകൾക്ക് അതീതമായി കേൾക്കാനുമുള്ള ശക്തിയുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് ശരീരത്തിൽ നിന്ന് പുറത്തു കടന്ന് ദൂരങ്ങൾ യാത്ര ചെയ്ത് ഏറ്റവും കൃത്യവും വ്യക്തവുമായ വിവരങ്ങൾ അറിയാനുള്ള കഴിവുണ്ട്. മറ്റുള്ളവരുടെ ചിന്തകൾ വായിച്ചെടുക്കാനും താഴിട്ട് പൂട്ടി മറച്ചു വച്ചിരിക്കുന്ന സത്യങ്ങൾ കണ്ടെത്താനും നിങ്ങളുടെ ഉപബോധ മനസ്സിന് കഴിയും. സാധാരണഗതിയിൽ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന മാർഗങ്ങളിലൂടെ സഹായമില്ലാതെ തന്നെ അവരുടെ ആലോചനകൾ മനസ്സിലാക്കിയെടുക്കാൻ ഉപബോധ മനസ്സിന് പ്രാപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥന എന്ന പ്രക്രിയയെപ്പറ്റി ശരിക്കും മനസ്സിലാക്കാൻ വസ്തുനിഷ്ഠവും ആത്മനിഷ്ഠവുമായ മനസ്സുകൾ തമ്മിലുള്ള വ്യത്യാസവും പരസ്പര ബന്ധവും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഉപബോധ മനസ്സിന് വിമർശനാത്മകമായി ചിന്തിക്കാനുള്ള കഴിവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ തെറ്റായ സൂചനകൾ കൊടുത്താൽ അവ സത്യമെന്നുറപ്പിച്ച് അതിനനുസരിച്ചുള്ള അനുഭവങ്ങളും സംഭവങ്ങളും സാഹചര്യങ്ങളും ഒരുക്കാൻ ഉപബോധ മനസ്സ് ശ്രമം തുടങ്ങും. നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ബോധ മനസ്സിൻ്റെ വിശ്വാസങ്ങളായി ഉപബോധ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഫലമാണ്. തെറ്റായ സൂചനകൾ നൽകിയതിൻ്റെ ദൂഷ്യഫലങ്ങൾ മറികടക്കാനുള്ള ഒരേ ഒരു വഴി സൃഷ്ടിപരവും സന്തോഷം നൽകുന്നതുമായ ചിന്തകൾ ആവർത്തിച്ച് നിങ്ങളുടെ ബോധ മനസ്സിൽ ഉറപ്പിക്കുക എന്നുള്ളതാണ്. ഇതൊരു ശീലമായി വളർത്തിയെടുത്താൽ നിങ്ങളുടെ ഉപബോധ മനസ്സും അവ അംഗീകരിച്ചു തുടങ്ങും. കാരണം ഉപബോധ മനസ്സാണ് ശീലങ്ങൾ പിന്തുടരാൻ നമ്മളെ സഹായിക്കുന്നത്.